ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഹിജാബ് എന്ന് പറയുന്ന സാധനം, അഥവാ നിക്കാബ്. നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഓരോ പ്രൊട്ടേഷൻ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് എടുക്കാവുന്ന ഒരു ഐറ്റംസ് ആണ് ഹിജാബ് എന്ന് പറയുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ പ്രൊട്ടേഷനുകൾ മതി ഇത് ചെയ്യാൻ. അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു ഹിജാബ് അടിച്ചൊരു അത്യാവശ്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് കട്ടിങ് കാണിച്ചു തരാം, സ്റ്റിച്ചിങ് കാണിച്ചു തരാം. ഇതുപോലത്തെ വിട്ടേഷനുകൾ മതി. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടേഷനുകളുണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കി എടുക്കുക. ഒരേപോലത്തെ രണ്ട് കഷ്ണങ്ങൾ പീസ് എടുക്കുക. ഒരേപോലെ രണ്ട് പീസുകൾ എടുക്കുക, ഒരേ വലുപ്പത്തിലെടുക്കുക. ഒരേപോലുള്ള രണ്ട് പീസുകൾ എടുക്കുക. ആ രണ്ട് പീസിനെ ഒന്ന് ലെവലാക്കി എടുക്കുക. ഇനി നമുക്ക് ഹിജാബിന്റെ വലുപ്പത്തിനനുസരിച്ച് രണ്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഹിജാബിന്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ടേപ്പൊക്കെ ഒന്ന് വെച്ചിട്ട് ലെവൽ ചെയ്യുക. 8, 9, 10 ഒക്കെ കൊടുക്കാറുണ്ട് വീതി. അതേപോലെ നീളം 10, 12, 9 ആ ലെവലൊക്കെ കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ വിട്ടേഷനത്തിൽ വേണം ചെയ്യുന്നത്. മാക്സിമം നമ്മൾ കിട്ടുന്നത് എടുക്കാണ്. അടി കഴിഞ്ഞിട്ട് നമുക്കൊരു 8 ഇഞ്ച് മതി. 8 ഇഞ്ച് കിട്ടും. നീളം ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് വരെ കിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടുന്ന മാതിരി വിട്ടേഷനം എടുക്കുക. രണ്ട് പീസ് ഒരേപോലെ നമ്മൾ പറഞ്ഞ അളവിൽ 8, 10 ഒക്കെ ലെവലിലെടുത്തിട്ട് ലെവലിലെടുക്കുക. ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കുക. അപ്പോൾ രണ്ട് കഷ്ണങ്ങൾ ലെവൽ ചെയ്തെടുക്കുക. നമുക്ക് വേണ്ട നീളത്തിനും വീതിക്കനുസരിച്ച് 9 ഇഞ്ച് വീതി കിട്ടും, ഒരു 10 ഇഞ്ച് നീളം കിട്ടും. ആ ലെവലിൽ ഇതിനെ ഒന്നൊരു ശരിപ്പ് എടുക്കുക. അപ്പോൾ ഹിജാബിന്റെ പാർട്ടുകൾ ഡബിൾ പീസ്, സിംഗിൾ പീസിനും ചെയ്യുക, തുണി ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ പീസിനും ചെയ്യുക. ഇതിപ്പോൾ രണ്ട് പീസായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതൊന്ന് രണ്ട് പീസിനെ ജോയിൻ ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ അത് റെഡിയായി. പിന്നെ ഹിജാബിനെ 2-3 ഐറ്റംസിലൊക്കെ അടിക്കുക. ഇങ്ങനെ ഒരു ഹിജാബ് അടിക്കുക, അതായത് രണ്ട് പീസിന് ഇങ്ങനെ ഒരു പീസ് ഈ ഭാഗത്ത്, ഇങ്ങനെ ഒരു പീസ് ആ ഭാഗത്തും കൊടുത്തിട്ട് ഇതിനെ വെറുതെ മടക്കി അടിച്ച് രണ്ട് പീസ് ഇങ്ങനെ കൊടുത്തിട്ട് ഹിജാബ് ഉണ്ട്, അത് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു ഐറ്റം ഹിജാബാണ്. അതിന് സാധാ ഹിജാബ് എന്ന് പറയും. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ കെട്ടുന്ന, അതിന് സാധാ ഒരു കെട്ടാണ് വരിക. ഇതിൻ്റെ പട്ടൊക്കെ വരും, പട്ട വെച്ചിട്ടുള്ള ഹിജാബാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇതിനേക്കാളും നമ്മൾ വെട്ടിയെടുത്തതിനേക്കാൾ കുറച്ച് നീളം ഇതിൽ കിട്ടുന്ന ഒരു പീസിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് വെട്ടിയെടുക്കുക, വെട്ടി ലെവലാക്കി എടുക്കുക. ഇതാണ് പീസ്. അതായത് നമ്മുടെ ഹിജാബിന് ഒട്ടിച്ചതിൻ്റെ വീതി കണ്ടില്ല, ഈ വീതിനേക്കാളും കുറച്ച് ഒരു 2-3 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന വിധത്തിൽ എടുക്കുക. ഇങ്ങനെ ഒരു പീസ്. ഇതിപ്പോൾ നമ്മൾ വെട്ടിച്ച പോലെ ഇത് കുറച്ചും കൂടി വീതിയിൽ എടുക്കുന്നത് നല്ലതായിരുന്നു. നമുക്ക് അടിച്ച് കഴിയുമ്പോൾ ഇത് പിന്നെ തീരെ വീതി കിട്ടില്ല. കിട്ടുന്ന ശ്രദ്ധിക്കുക, കട്ടിങ് നോക്കാൻ. നീളത്തിന് രണ്ട് ചെറിയ പീസ് വെട്ടിയെടുക്കുക. നമുക്ക് ആവശ്യത്തിന് വേണ്ട നീളത്തിന് ഒരു 10 ഇഞ്ച് വരെയൊക്കെ ആവാം. ബാക്കൊക്കെ കുറച്ച് കെട്ടുള്ളതാണ്. ഇതുപോലെ രണ്ട് പീസിനെ വെട്ടിയെടുക്കുക. ഇതുപോലെ ഒരു പീസ് ഹിജാബിന് വേണ്ടത്. സാധാ ഹിജാബിനാണെങ്കിൽ ഒരു പീസ്, ഇങ്ങനത്തെ രണ്ട് പീസും, ഈ ഒറ്റ പീസായാലും അതിന് ചെയ്യാം ഹിജാബ്. ഒരു പീസ് തുണിക്കനുസരിച്ച് ചെയ്യാം. ഇങ്ങനത്തെ രണ്ട് പീസ്. ഇത്രയേ ഉള്ളൂ സാധാ ഹിജാബിന് വേണ്ടത്. ഇത് സാധാ ഹിജാബ്. ഇനി നമ്മൾ ചെയ്യുന്നത് വേറെ ഹിജാബ്. അലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുക. രണ്ടറ്റത്തെ അലാസ്റ്റിക് ഒക്കെ വരും. ഇങ്ങനെ ഇവിടെ അലാസ്റ്റിക് വരും, ഇവിടെ അലാസ്റ്റിക് വന്നിട്ട് ഹിജാബ് ഇങ്ങനെ. അപ്പോൾ കട്ടിങ് ഇത്രയേ ഉള്ളൂ. വെറുതെ വീട്ടിൽ കിടക്കുന്ന തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് പഠിക്കാവുന്നതാണ്. ആരെങ്കിലും അത്യാവശ്യത്തിന് വന്നിട്ട് ഒരു ഹിജാബ് അടിച്ചു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുന്നത് നല്ലതാണ്. ഹിജാബ് ഒക്കെ ഇട്ട് പുറത്ത് പോകുന്നത് വളരെ നല്ലതാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം മുഖത്തടിച്ച് മുഖത്തെ കറുപ്പൊക്കെ നല്ല മാറിക്കിട്ടി നല്ല ഭംഗി വരും മുഖത്തിന്. അതിലൂടെ നല്ലതാണ് ഹിജാബ് ധരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചിരുന്നതാണ്.
ഇത്ര ആവശ്യമുള്ളൂ. സാധാ ഹിജാബാണെങ്കിൽ ഇങ്ങനെ ഒരു പീസ്, ഇങ്ങനെ ഇതാ 2 പീസ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചു കഴിഞ്ഞാൽ സാധാ ആണെങ്കിൽ ഒന്നുമില്ല, ഈ അറ്റത്താണ്, 2 അറ്റത്ത് 2 പീസുകൾ ഇങ്ങനെ വരും. മോള് കുറച്ച് ഇതായിട്ടുള്ള ഹിജാബാണെങ്കിൽ ഇങ്ങനെ വരും, ഇതിൻ്റെ അറ്റത്ത് പീസും വരും. അതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ.